അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയിലുള്ള പാഴ്സി പാർലോ ഇടവകയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ അതിശക്തമായ വെള്ളപ്പൊക്കത്തിൽ വൻ നാശനഷ്ടം. പ്രദേശത്തെ സെയിന്റ് തോമസ് ചർച്ച് പ്രളയത്തിൽ പൂർണ്ണമായും തകരുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. വൈദിക മന്ദിരം, കോൺവെന്റ്, സ്കൂൾ എന്നിവ 6 അടിയിലധികം വെള്ളത്തിൽ മുങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം വെള്ളമിറങ്ങിയപ്പോഴാണ് കെട്ടിടങ്ങളെല്ലാം ചെളിമൂടിയും തകർന്ന നിലയിലുമാണെന്ന് വ്യക്തമായത്. എന്നാൽ ഈ മഹാവിപത്തിനിടയിലും പ്രദേശവാസികളെയും വിശ്വാസികളെയും അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾക്കും ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചു. ഇതേക്കുറിച്ച് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ ബെന്നി വർഗീസ് ഇടത്തട്ടയിൽ ഷാലോം ന്യൂസിനോട് സംസാരിക്കുന്നു. ഇന്നലെയും മിനിങ്ങാന്നുമായി ശക്തമായ മഴ മൂലം പല നദികളിൽ കവിഞ്ഞൊഴുകുകയും പാർസി പല്ലോ എന്ന ഒരു ഗ്രാമത്തിലുള്ള നമ്മളുടെ പള്ളി ഒലിച്ചു പോവുകയുമായി ആണ് ചെയ്തത്. ഇന്ന് രാവിലെ 2 മണി മുതൽ ഉണ്ടായ പ്രളയത്തിൽ സെയിന്റ് തോമസ് എന്ന ദേവാലയം മൊത്തം ഒലിച്ചുപോയി. അതിന് തൊട്ടടുത്തായിട്ടുള്ള സ്കൂളും മഠവും അതുപോലെ തന്നെ അച്ഛന്മാരുടെ വസതിയും ഈ 3 ഭവനങ്ങളും ഒത്തിരി നാശനഷ്ടങ്ങൾ അനുഭവിച്ചു. ഈ ബുദ്ധിമുട്ടുകളിലെല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന മക്കളാണ്. അനേകം ആളുകളുടെ പ്രാർത്ഥനകൾ മൂലമാണ് ഞങ്ങൾ ഈ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ നടുവിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ന് പാർസി പല്ലോ എന്ന ദേവാലയത്തിൽ നടന്ന സംഭവത്തിൽ നമുക്ക് എടുത്തു മാറ്റുവാനായിട്ട് സാധിച്ചത് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ മോൺസ്ട്രൻസ് അരുളിക്കയും മാത്രമാണ് നമുക്ക് എടുത്ത് മാറ്റുവാനായിട്ട് സാധിച്ചത്. എല്ലാം തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലും ഇടവകയ്ക്ക് മുൻപ് സമ്മാനമായി ലഭിച്ച ഒരു ഓഡിയോ ബൈബിൾ വെള്ളത്തിലും ചെളിയിലും കിടന്ന് ഒട്ടും തടസ്സമില്ലാതെ തുടർച്ചയായി ദൈവവചനം പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടുനിന്നവർക്ക് അത്ഭുതമായി മാറി. വൻ നാശനഷ്ടങ്ങൾക്കിടയിലും ദൈവവചനം സജീവമായി നിലനിന്നത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലാണെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹെബ്രായർ 4:12 എന്ന വചനത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ കാഴ്ച. ധീരതയോടെ വിശുദ്ധ കുർബാന കാത്തു സംരക്ഷിച്ച വൈദികനാണ് മറ്റൊരു ദൈവപരിപാലനയുടെ അടയാളമായി മാറിയത്. പ്രളയജലം അതിവേഗം ഉയർന്നുകൊണ്ടിരുന്ന പുലർച്ചെയുള്ള നിർണായക സമയത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ കൃപ അതീവ ധീരതയോടെ തിരുവോസ്തി അടങ്ങിയ സക്രാരി കൂടുതൽ സുരക്ഷിതമായ ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി. ദേവാലയവും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിട്ടും വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് തൻ്റെ ജനത്തോടൊപ്പം കാവലായി ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ജനങ്ങൾ ഇത് കാണുന്നത്. ദുരന്തമുഖത്തും ദൈവമാണ് തങ്ങളുടെ അഭയവും ശക്തിയുമെന്ന് അവർ കണ്ണീരോടെ പറയുന്നു. ദുരന്തബാധിതരായ പാഴ്സി പാർലോയിലെ ജനങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനകൾക്ക് രൂപത ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്കും ആ ജനത്തെയോർത്ത് പ്രാർത്ഥിക്കാം. ഷാലോം ന്യൂസ് ഡെസ്ക്, ഇറ്റാനഗർ.